നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്, അതായത് അവരുടെ ഇപ്പോഴത്തെ നിങ്ങളോടുള്ള ഒരു കറൻറ്റ് ഫീലിങ്സ് ആണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ, അവരെന്താണ് ചിന്തിക്കുന്നത്, അവരുടെ മനസ്സിലുള്ള ആ ഒരു എനർജികൾ, നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ഓർമ്മകൾ എങ്ങനെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യമാണ് നമ്മൾ റീഡിങ്സിൽ എടുക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണുന്നത്, ആ പേഴ്സൺ ഏത് വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് അവരുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞുകൊണ്ട് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രസൻസ് ഉണ്ടായാൽ മാത്രമാണ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന ഒരു റീഡിങ്സ് ലഭിക്കത്തുള്ളൂ. അതുപോലെ തന്നെ കമൻറ്റിൽ നിങ്ങളുടെ ബന്ധത്തിൽ എന്ത് മാറ്റമാണ് വരേണ്ടത്, എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റം, നിങ്ങളുടെ ബന്ധം ഏത് രീതിയിലായി തീരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന രീതിയിൽ. ഇപ്പം നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്ന രീതിയിൽ വേണം അഫർമേഷൻസ് എഴുതാൻ. പ്രപഞ്ചശക്തിയിൽ പരിപൂർണമായി ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണം അഫർമേഷൻസിൻ്റെ സ്റ്റാർട്ടിങ് എഴുതി തുടങ്ങാൻ കേട്ടോ. അതുപോലെ തന്നെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ചോ, നിങ്ങളുടെ ജീവിത സിറ്റുവേഷൻസുകളെ സംബന്ധിച്ചോ, നിങ്ങളുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എല്ലാം നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തുക. അതായത് നിങ്ങളുടെ മനസ്സിലെ ചോദ്യങ്ങൾ, പരിഹാരങ്ങൾ, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ വേണം മുന്നോട്ടേക്ക് ആക്ഷൻ എടുത്തു പോകാൻ, ഇതെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് ഒരു ക്ലാരിറ്റിയോട് കൂടി കണക്ട് ചെയ്ത് പോകാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ പുതിയ ആളുകളൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം കേട്ടോ. കൂടെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നല്ലപോലെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാൻ 10 ഓഫ് പെന്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് വല്ലാതെ ഒരു ഒരു പൂർവ്വജന്മ ബന്ധങ്ങൾ, ജന്മജന്മാന്തര ബന്ധങ്ങളുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വളരെയധികം അട്രാക്റ്റഡ് ആണ്, സോൾ കണക്ഷൻസ് ആണ്. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി അത് ആരായാലും, ഒരു പക്ഷേ നിങ്ങളുടെ ഫാമിലീനെ ബേസ് ചെയ്ത്, ബ്ലഡ് റിലേഷനെ ബേസ് ചെയ്തൊക്കെ ഉള്ള ആളുകളുടെ എനർജി ഇതിലേക്ക് കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ, നിങ്ങൾക്ക് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ചില ബന്ധങ്ങളുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. റിലേഷൻഷിപ്പ് മാത്രമല്ല കണക്റ്റഡ് ആയിരിക്കുന്നത്, മറ്റു ബന്ധങ്ങൾ കൂടി ഇപ്പോഴത്തെ ഈ ഒരു റീഡിങ്സിലേക്ക് കണക്റ്റഡായി വന്നിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമാകുന്ന, അതായത് ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയെക്കുറിച്ചാണ് ആ ഒരു പേഴ്സൺ മനസ്സിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ ബേസ് ചെയ്ത് ചിന്തിക്കുന്ന. ഒരു പക്ഷേ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാമ്പത്തിക ഭദ്രതയിലേക്ക് ജീവിതം എത്തിച്ചേർന്നിരുന്നെങ്കിലെന്നാവാം. എന്താണെങ്കിലും വളരെയധികം ഒരു ഐക്യവും സമൃദ്ധിയും സന്തോഷവും ആ ഒരു പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സിൽ നിങ്ങളോടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കേട്ടോ. വളരെയധികം ശക്തമായിട്ട് നിങ്ങളെ അവർ കണക്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവർക്ക് ഏറ്റവും ഹാപ്പി മൊമെൻറ്റ്സ് സമ്മാനിക്കുന്നു. അതായത് നിങ്ങളെന്ന് പറയുന്നതാണ് അവരുടെ ജീവിതത്തിൽ ഒരു എനർജറ്റിക്കായ, അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളെന്നുള്ളതും അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇതിനകത്ത് വെൽത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. ഫാമിലിപരമായിട്ടുള്ള ബന്ധവും ഈ ഒരു എനർജിയിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഭാര്യ-ഭർതൃബന്ധത്തിൻ്റെ എനർജിയൊക്കെ ആണെങ്കിൽ ചിൽഡ്രൻസിനോടൊത്തുള്ള ഒരു സന്തോഷം നിറഞ്ഞ ഒരു ലൈഫ് സിറ്റുവേഷൻസൊക്കെ അവർ സ്വപ്നം കാണുന്നതായിട്ടാണ് കാണുന്നത്. അവർക്കവിടെ മനസ്സിനകത്തൊരു സമൃദ്ധിയാണ് ആഗ്രഹം, വല്ലാതെ ഒരു സന്തോഷം, സമൃദ്ധി, അതായത് ഹാപ്പി മൊമെൻറ്റ്സുകൾ, ഒരുപാട് ലോങ് ടൈം മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസൊക്കെ നിങ്ങളെ കണക്റ്റ് ചെയ്ത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെ അവരുടെ ഒരു ഫാമിലി ആയിട്ട്, അവർക്കൊരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ഫാമിലി എനർജി ആയിട്ട് തന്നെ കാണുന്നു. ശരിക്കും മാനിഫെസ്റ്റേഷൻ എനർജിയുടെ പ്രസൻസ് ഈ ഒരു റീഡിങ്സിൽ കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ഒരു ശക്തമാകുന്ന ഒരു മാനിഫെസ്റ്റേഷൻ, ശക്തമാകുന്ന ഫോക്കസിങ്, അതൊരു വെൽത്ത് എനർജിയിലാണ്, അതായത് ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയാണ്. വളരെ നല്ല രീതിയിലുള്ള ഒരു സിറ്റുവേഷൻസ് ആണ് അവരുടെ മനസ്സിൽ. നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത, നിങ്ങളോടുള്ള സ്നേഹം, അട്രാക്ഷനൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട്
നിൽക്കുന്നു എന്നാണ് കാണുന്നത്. ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ ശക്തമാകുന്ന എന്തെങ്കിലും ഈഗോ എനർജി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു വിശ്വസ്തതയ്ക്ക് ഒരു ഭംഗം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരെ സംബന്ധിച്ച് കുറച്ചൊരു ദേഷ്യം, അതല്ലെങ്കിൽ ആ ഒരു എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾക്കിടയിൽ വന്ന ചില പൊരുത്തക്കേടുകൾ അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഒരു വെല്ലുവിളി പോലെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. അവിടെയാണ് ഒരു ചെറിയ നെഗറ്റിവിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളോടുള്ള സ്നേഹം, പ്രസൻസ്, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് അവരുടെ മനസ്സിലുള്ള വാല്യൂ, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെങ്കിലും എന്തൊക്കെയോ കാരണങ്ങളാൽ പാസ്റ്റിൽ നിങ്ങൾക്കിടയിൽ ചില അഭിപ്രായ ഭിന്നതയാവാം, അതല്ലെങ്കിൽ തെറ്റിദ്ധാരണ എന്തെങ്കിലും സംഭവിച്ചതാവാം, വിശ്വസ്തതയ്ക്കൊരു ഭംഗം സംഭവിച്ചു പോയി. ഒരു പക്ഷേ വാക്കുകൾ കൊണ്ട് തമ്മിൽ പറഞ്ഞത് മറ്റേതെങ്കിലും രീതിയിൽ ലീക്കായതുകൊണ്ടാവാം ഒരു വിശ്വസ്തതയ്ക്ക് ഭംഗം സംഭവിച്ചു എന്നുള്ളൊരു എനർജി നമുക്ക് സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. അതിപ്പോഴും അവരുടെ ഉള്ളിൽ ഒരു വെല്ലുവിളി പോലെ അല്ലെങ്കിൽ ഒരു തടസ്സം പോലെ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതവരുടെ പേഴ്സണാലിറ്റീനെ ബാധിച്ചിരുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ. ഒരു പക്ഷേ നിങ്ങളിൽ നിന്നും എന്തെങ്കിലും വാക്കുകളാവാം, അല്ലെങ്കിൽ നിങ്ങൾ മറ്റാരോടെങ്കിലും പറഞ്ഞ് അവരെന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞതാവാം. അവരുടെ പേഴ്സണാലിറ്റീനെ ബാധിക്കുന്ന, അവർ ചിന്തിച്ച ചില കാര്യങ്ങളെ, അവരുടേതാകുന്ന ചില കാര്യങ്ങളെ ബാധിച്ച ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് അവരെ സംബന്ധിച്ച് വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് ഈഗോ അല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ അതൊരു ഒരു വെല്ലുവിളി പോലെ കിടപ്പുണ്ട്. പക്ഷേ എന്നാലും അതിനപ്പുറത്തേക്ക് അവർ ചിന്തിക്കുമ്പം നിങ്ങളെ ഒരിക്കലും അവർക്ക് മാറ്റി നിർത്താൻ പറ്റുന്നില്ല കേട്ടോ. പാസ്റ്റിലെ പല പോസിറ്റീവായ സിറ്റുവേഷൻസുകളും അവരുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ സംഭവിച്ചതും നിങ്ങൾ കൊടുത്തിരുന്ന ഒരു സപ്പോർട്ടിങ്, അതായത് നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ആ ഒരു പേഴ്സൻ്റെ ലൈഫിലെന്നുള്ളതുകൂടി അവർ ശരിക്കും ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ചിന്തകളിൽ നിങ്ങളെപ്പോഴും ഉണ്ട്. പക്ഷേ ആ ഒരു ചിന്തകളിൽ നിങ്ങൾ എപ്പോഴും അവരിൽ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കിടയിൽ സംഭവിച്ച ചെറിയ ഒരു പ്രോബ്ലംസിനെ അവർ വലിയ പ്രശ്നമാക്കി കണ്ടുകൊണ്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളെയോ അവരെയോ ബാധിക്കുകയില്ലെങ്കിൽ പോലും അവരാ ഒരു രീതിയിൽ ബാധിക്കും എന്നുള്ളൊരു രീതിയിലൂടെയാണ് ഈ ഒരു സിറ്റുവേഷൻസിനെ, അല്ലെങ്കിൽ അവരെ ബാധിച്ചു എന്നുള്ള ഒരു എനർജിയിലൂടെ അവർ ഈ ഒരു സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ എന്നാലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട്. നിങ്ങൾക്കിടയിൽ സെപ്പറേഷൻ പീരീഡ്, അതായത് ഇപ്പോൾ ഒരു കോണ്ടാക്റ്റ് ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവരൊരു ന്യൂ ബിഗിനിങ് ആരംഭിക്കണം, അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം വേണം, നിങ്ങളോടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും ഇവരുടെ മനസ്സിനകത്ത് ആഗ്രഹമുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ അവർ നല്ലപോലെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അവർ എല്ലാം അറിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ എത്ര മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ അവരെത്ര മാറി നിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഈ ഒരു പേഴ്സൺ അറിയുകയും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കാരണം അവരുടെ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അത്രത്തോളം സ്ട്രോങ് ആയിട്ട് നിങ്ങളിൽ കണക്റ്റഡ് ആണ്. ആ ഒരു ചെറിയ ഈഗോയുടെ പുറത്ത് മാത്രമുള്ളൊരു സെപ്പറേഷൻ എനർജിയാണ് നമുക്കിവിടെ ചിലരുടെ എനർജിയിൽ കാണാൻ സാധിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഒരു പാഷൻ തന്നെയാണ്. അതായത് നിങ്ങളിനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ചെയ്താലും അവരുടെ ഉള്ളിൽ നിങ്ങൾക്കുള്ള സ്ഥാനത്തിന് മാറ്റമൊന്നുമില്ല. പക്ഷെ അവരെപ്പോഴും ഒരു സൈലൻറ്റ് എനർജിയിലാണ്. നിങ്ങൾക്കവരെ മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ടു സോഴ്സിൻ്റെ എനർജിയാണ്. നിങ്ങളിൽ നിന്നും വിട്ടുപോയ വ്യക്തികൾ, മൂവ് ഓൺ ചെയ്ത വ്യക്തികളെ സംബന്ധിച്ച് ഒരു വല്ലാത്തൊരു ഡിപ്രഷനിലാണ് അവർ കേട്ടോ. അവർക്ക് വളരെ ടെൻഷനുണ്ട്. അതായത് എടുത്തുചാട്ടമായി പോയി, അതല്ലെങ്കിൽ അവർ ആ ഒരു ഒരു മൂവ് ഓൺ ചെയ്തത്, നിങ്ങളിൽ നിന്നും വിട്ടുപോയത്, അതായത് ഇതിനകത്തൊരു പൂർണ്ണതയില്ല, ഈ ഒരു ബന്ധം കൊണ്ട് ഫലമില്ല എന്നുള്ള ആ ഒരു ചിന്ത തെറ്റായി പോയിരുന്നു എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അതായത് ഒരു കാര്യം ചെയ്യേണ്ട സമയത്ത് ചെയ്യണമായിരുന്നു, ആ ടൈമിൽ സ്തംഭിച്ച് നിൽക്കാതെയും അതല്ലെങ്കിൽ അതിലേക്ക് ഫോക്കസ് ചെയ്യാതെയും ഹാർഡ് വർക്ക് ചെയ്യാതെയും ഇരിക്കുമ്പം വരുന്ന നഷ്ടത്തിൻ്റെ ആഴം അവർ മനസ്സിലാക്കുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ സിറ്റുവേഷൻസിൽ, അവരിപ്പോൾ കറൻ്റിലി നിൽക്കുന്ന സിറ്റുവേഷൻസിൽ അവർക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. കാരണം നിങ്ങളിൽ നിന്നും പുറത്തു കടന്നു പോയത്, അതായത് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനകത്തൊരു ബ്ലോക്കേജ് ഉണ്ടാക്കിയത്
തെറ്റായിപ്പോയി എന്നുള്ളത് അവരെ വല്ലാതെ പിടികൂടിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. 6 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. പോയതുപോലെ തിരിച്ചു വരാൻ അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ നിന്ന് ഒരു പക്ഷേ എസ്കേപ്പിംഗ് ചെയ്ത ആ ഒരു വ്യക്തി തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ വരിക എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഇപ്പം കറൻ്റിലി നിൽക്കുന്നത്. ചിലരെ സംബന്ധിച്ച് റീയൂണിയൻ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള എനർജി കൂടി കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളെ ആ ഒരു വ്യക്തി തടസ്സങ്ങൾ ഉണ്ടെങ്കിലും ആ ഒരു തടസ്സങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട്. പ്രതിസന്ധികളുണ്ട്, അതായത് അവർക്ക് പൂർണ്ണമായിട്ട് നിങ്ങളിലേക്ക് വരാൻ പറ്റിയിട്ടില്ലെങ്കിലും അവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ചിലരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് പോരുക, അതായത് നിങ്ങളുടെ അരികിലേക്ക് എത്തുക എന്നതാണ് അവർക്ക് ഏറ്റവും സമാധാനവും പ്രഷ്യസായ ഒരു സിറ്റുവേഷൻസ് എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങളിലേക്ക് ഒരു ട്രാവലിംഗ് എനർജിയുടെ പ്രസൻസ്, ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസിലൊക്കെ ഉള്ളവരാണെങ്കിൽ ഒരു ട്രാവലിംഗ് എനർജി ഉടനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നുണ്ട്. കുറ്റബോധമുണ്ട്, നിരാശയുണ്ട്, നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള അഭിപ്രായ ഭിന്നതയും കോൺഫ്ലിക്റ്റുകളും തെറ്റിദ്ധാരണകളുമെല്ലാം ഉള്ളിൽ ഇപ്പോഴും ഉണ്ട് എങ്കിൽ പോലും അവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ തടസ്സങ്ങളുണ്ട്, അവൻ്റെ മനസ്സുകൊണ്ടുള്ള തടസ്സങ്ങളാവാം കേട്ടോ. ഇതിനു മുമ്പ് സംഭവിച്ചു പോയ പ്രശ്നങ്ങളാവാം, വാക്കേറ്റങ്ങളാവാം, അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതയാവാം. എന്താണെങ്കിലും തടസ്സങ്ങൾ ഇപ്പോഴും ഉള്ളിലുണ്ടെങ്കിലും അവരിപ്പം നിൽക്കുന്നിടത്ത് അവർക്കൊരു സേഫ് എനർജി അല്ലെങ്കിൽ ഒരു സമാധാനം, സന്തോഷം ഇതൊന്നും ഫീൽ ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഇമോഷണൽ അബണ്ടൻസ് ആണ്, നിങ്ങളോട് വല്ലാതെ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്കാണ് അവർ പൂർണ്ണമായി ഫോക്കസ് ചെയ്യുന്നത്. അതായത് നിങ്ങളിലേക്ക് വന്നു ചേരുക, അതായത് നിങ്ങൾക്കിടയിൽ ഒരു ബൗണ്ടറി തീർത്തതിലും ഉപരിയായിട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുക എന്നതിന് അവർക്ക് യാതൊരുവിധ കൺഫ്യൂഷനുമില്ല കേട്ടോ. നിങ്ങളിലേക്ക് വരാനോ നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവാനോ ഒന്നും അവർക്കൊരു ടെൻഷനോ ഒരു ജാള്യതയോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അവർക്കറിയാം നിങ്ങൾ അവരുടേതാണ്, അവർക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും എപ്പം വേണമെങ്കിലും നിങ്ങളിലേക്ക് വന്നു ചേരാം എന്നുള്ള ഒരു ചിന്ത അവരിൽ കണക്റ്റഡ് ആണ്. ദ ലവേഴ്സ് എനർജി വന്നിട്ടുണ്ട്. ഇമോഷണൽ അബണ്ടൻസ് ആണ് കേട്ടോ. അതായത് ഒരു പാർട്ട്ണർ എനർജി ആയിട്ട് ഒരു റിയൂണിയൻ പ്രസൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ അതൊരു ലോങ് ടൈം സക്സസ്സിലേക്ക് തന്നെയാണ് പോകുകയുള്ളൂ. അതായത് നിങ്ങൾ ഒരിക്കൽ അവരെ ഫോക്കസ് ചെയ്തിരുന്നുവെങ്കിൽ ഇനി അവർ നിങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് കൂടി ഇവിടെ സാധ്യമാകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ശക്തമാകുന്ന ഒരു എനർജി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളോടൊപ്പം തന്നെ മറ്റൊരാളുടെ പ്രസൻസും കൂടി ഈ ഒരു ബന്ധത്തിൽ ഇനി മുന്നോട്ടേക്ക് കണക്റ്റഡ് ആകും. നിങ്ങളെ ഒരുമിപ്പിക്കാൻ, നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് ലോങ് ടൈം സക്സസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ മറ്റൊരു എനർജിയുടെ പ്രസൻസ് കൂടി കണക്റ്റഡ് ആകുമെന്നാണ് കാണുന്നത്. റീയൂണിയൻ പ്രസൻസ് 100% മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പൊരുത്തക്കേടുകളെല്ലാം മാറിയുള്ള ഒരു റിയൂണിയൻ പ്രസൻസ് ആണ് വരുന്നത്. അതൊരു മാര്യേജ് എനർജിയിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അല്ലാത്തവരെ സംബന്ധിച്ച് നോക്കുമ്പം, ഫാമിലി ലൈഫിലേക്ക് നോക്കുമ്പം വീണ്ടും നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വളരെ ശക്തമാകുന്ന വളരെ അധികം ആഴത്തിലുള്ളൊരു ബന്ധത്തിലേക്ക്, മദ്യം മറന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസിലേക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ വളരെ ശക്തമാകുന്ന സോൾ കണക്ഷൻസ് ആണ്. കാരണം നിങ്ങൾക്കിടയിൽ എത്ര സെപ്പറേഷൻ വന്നാലും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായാലും വീണ്ടും നിങ്ങൾ കണക്റ്റഡ് ആവുക എന്നത് 100% വിധിയിലുള്ളതാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു യോഗമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അവരെ സംബന്ധിച്ച് അവരിതിനു മുൻപ് എഫോർട്ട് എടുക്കാതിരുന്നുവെങ്കിൽ ഇനി അവർ തന്നെ എഫോർട്ട് എടുക്കും, നേതൃപാടവം വഹിക്കും, അതുപോലെ നിങ്ങളെ ഹോൾഡ് ചെയ്യും, ചേർത്ത് നിർത്തും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് അവരായിരിക്കും ഇനി ഒരു റിലേഷനിൽ റീയൂണിയൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫോർട്ട് എടുക്കുന്നത് നിങ്ങളുടെ വ്യക്തി തന്നെയായിരിക്കും. അത് സാമ്പത്തികപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളായിക്കോട്ടെ, ലൈഫിലെ ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതായിക്കോട്ടെ, അതുപോലെ തന്നെ ടോക്സിക്, അതായത് മനസ്സ് എന്തെങ്കിലും കോൺഫ്ലിക്റ്റുകളോ പ്രശ്നങ്ങളോ ഉണ്ടായാൽ അതെല്ലാം പരിഹരിച്ച് തന്നെ അവരുടെ ഒരു നേതൃപാടവം എഫോർട്ടിങ് എനർജി ആയിരിക്കും നിങ്ങൾ തമ്മിൽ റീയൂണിയൻ സംഭവിച്ച് കഴിയുമ്പം ആ ഒരു ബന്ധത്തിൽ ഉണ്ടാവാൻ സാധ്യത. ഒരു പക്ഷേ പാസ്റ്റിൽ ബന്ധത്തിൽ ഏറ്റവും കൂടുതൽ എഫോർട്ട് എടുത്തതും സഹിച്ചതും വിട്ടുവീഴ്ചകൾ ചെയ്തതും അതുപോലെ തന്നെ കാര്യപ്രാപ്തിയോടുകൂടി ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ
കണ്ട് പ്രവർത്തിച്ചതെല്ലാം നിങ്ങളായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോകുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. 5 ഓഫ് സോഴ്സിൻ്റെ എനർജി ഉണ്ട്, കുറ്റബോധമുണ്ട്, ശരിക്കും ഉറക്കമൊന്നുമില്ല. അവരെ സംബന്ധിച്ച് അവർ എന്തൊക്കെയോ പ്രശ്നങ്ങളെ ഭയപ്പെടുന്നു, കർമ്മയെ ഭയപ്പെടുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അവർ ശരിക്കും പറഞ്ഞാൽ ജസ്റ്റിസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നെന്നും പറയേണ്ടി വരും കേട്ടോ. അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫിൽ ഒരു തലവേദന തന്നെയാണ് ഇപ്പോഴത്തെ അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസ്. അവർക്ക് എത്ര ശ്രമിച്ചിട്ടും അവരുടെ മനസ്സിനെ കൺട്രോൾ ചെയ്യാനോ സമാധാനപരമായിട്ട് ഒന്നും അതിജീവിക്കാനോ പറ്റുന്നില്ല. ശരിക്കും അവർ വല്ലാതെ ഉള്ള ഒരു ആൻസൈറ്റി, ഡിപ്രഷൻ, അതായത് പാസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ അവർ വല്ലാതെ പിരിമുറുക്കം അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. 5 ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ്. റിഗ്രറ്റ് ഉണ്ട്, അതിനോടൊപ്പം തന്നെ നിരാശയുണ്ട്, വളരെ ശക്തമാകുന്ന, അതായത് കുറ്റബോധമാണ് അവർ ഏറ്റവും കൂടുതൽ പിടികൂടിയിരിക്കുന്നത്. അതായത് ഒരു പക്ഷേ സമയത്തിൻ്റേതായിരുന്നു കാണാം, പാസ്റ്റിൽ അവരൊന്നും കാണുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ ശരിയും തെറ്റും സംഭവിച്ചതും സംഭവിക്കാൻ പോകുന്നതും എല്ലാത്തിനെക്കുറിച്ചും മറ്റുള്ളവരുടെ പെയിനും എല്ലാം അവരിപ്പം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പാസ്റ്റിൽ ഒരു പക്ഷേ മറ്റുള്ളവരുടെ വേദനയ്ക്കൊന്നും ഇവർ വലിയ വാല്യൂ കൽപ്പിച്ചിരുന്ന വ്യക്തികളായിരിക്കില്ല. പക്ഷേ ഇപ്പോൾ അവരത് കൽപ്പിക്കുന്നു എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ അവർക്കത് മനസ്സിലാക്കുന്നു എന്നുള്ളൊരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് ബർഡൻ ഇറക്കി വെക്കണം, തകർച്ചയിൽ നിന്നും ഒരു നീതി ലഭിക്കണം. അവർ ശരിക്കും പ്രാർത്ഥിക്കുന്നു എന്ന് തന്നെ പറയാൻ സാധിക്കും, നീതിക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഒന്ന് കരകയറാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അവർക്ക് അറിയാം അവർ ബർഡൻ ചുമക്കുന്നു, അവർ വല്ലാത്തൊരവസ്ഥയിലാണ് എന്നുള്ളത് അവർക്ക് വ്യക്തമായിട്ട് അറിയാമെന്നുള്ളതാണ് കാണുന്നത്. നിങ്ങളുടെ ഓർമ്മകൾ തന്നെയാണ് അവർക്കിപ്പോൾ ഒരു സമാധാനം എന്ന് പറയാൻ പറ്റുന്നത് കേട്ടോ. നിങ്ങളെ അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട്, പേടിയോടുകൂടിയാണ് നിങ്ങളെ നോക്കി കാണുന്നത്. കാരണം അവർ ഉള്ളിൽ ചിന്തിക്കുന്ന നിങ്ങൾ എസ്കേപ്പിംഗ് ചെയ്യുമോ, നിങ്ങൾ വിട്ടുപോകുമോ, ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകുമോ എന്നുള്ള ഒരു ടെൻഷൻ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. കൂടാതെ തന്നെ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് സമാധാനം നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയിലാണ്. നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത് അവർക്കൊരു സമാധാനമാണ്. പ്ലസ് അവർക്ക് ഭയവും ഉണ്ട്. കാരണം എന്തായിരിക്കാം നിങ്ങളുടെ ഒരു അവസ്ഥ, നിങ്ങളിനി എങ്ങനെ ആയിരിക്കാം പെരുമാറുക, നിങ്ങൾക്കിടെ മനസ്സിൽ അവർക്കൊരു സ്ഥാനമില്ലേ എന്നൊക്കെ ഉള്ളൊരു ചിന്ത. അതായത് അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു, തിരിച്ച് നിങ്ങൾ അവരെയും ഹോൾഡ് ചെയ്യുമോ, ചേർത്ത് നിർത്തുമോ എന്നുള്ള ഒരു ചിന്തയൊക്കെ അവരെ വല്ലാതെ അവർക്ക് വല്ലാത്ത ഒരു ടെൻഷൻ നൽകുന്നൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. കോൺഫിഡൻസ് ഉണ്ടെങ്കിലും അതിനോടൊപ്പം തന്നെ അവർക്ക് തളർച്ചയുമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ ഒരു പ്രതിസന്ധി തന്നെയാണ്. എല്ലാം നേരിടാൻ പറ്റും, എല്ലാം ഓക്കെ ആവുമെന്ന് ചിന്തിക്കുന്നതിനൊപ്പം തന്നെ അവരെല്ലാത്തിനെയും പേടിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം അവർ ചെയ്തു വെച്ച ചില പ്രവൃത്തികളാണ് അവരെ വല്ലാതെ പിടികൂടിയിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും അവരുടെ ഏറ്റവും വലിയ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വന്നാൽ നിങ്ങൾ ഒരിക്കലും അവരെ ഒഴിവാക്കുകയില്ല എന്നുള്ളതാണ്. അൺകണ്ടീഷണൽ ലവ് ആണ്, അതായത് ഒരു അട്രാക്ഷൻ, ഒരു ഫിസിക്കൽ അട്രാക്ഷനൊക്കെയാണ് നിങ്ങളോട് അവർക്ക് ശക്തമായിട്ട് തോന്നുന്നത്. ചിലരെ സംബന്ധിച്ച് വളരെ ശക്തമാകുന്ന ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് നിങ്ങളെന്ന് പറയുന്നതാണ് അവരുടെ ഒരു ലോകമെന്നുള്ളൊരു തോട്ട്സും ചിന്തയും എല്ലാം അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഉള്ളിലെ ഏറ്റവും വലിയൊരു ചിന്ത നിങ്ങൾ കൊടുത്തത്, നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ അവർക്കൊരു സപ്പോർട്ട് കൊടുത്തോ അത് തന്നെ അതിലും ആഴത്തിൽ നിങ്ങൾക്ക് തിരിച്ച് തരണമെന്ന് അവർ ചിന്തിക്കുന്ന ഒരു എനർജി കൂടിയാണ് കറൻറ്റ് ഫീലിങ്സിലേക്ക് നോക്കുമ്പം. അപ്പം നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെ ഇപ്പോഴാണ് അവർ സ്നേഹിച്ചു തുടങ്ങിയതെന്ന് നമുക്ക് പറയേണ്ടി വരും. പാസ്റ്റിലേക്ക് നോക്കുമ്പം നിങ്ങളെടുത്ത എഫേർട്ട് മാത്രമേ നമുക്ക് ബന്ധത്തിൽ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷേ കറൻറ്റിലി ഇപ്പം അവരുടെ അവസ്ഥ എന്ന് പറയുന്നത് നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളെ സ്നേഹിക്കണമെന്നും നിങ്ങൾ കൊടുത്തത് തിരിച്ച് നൽകണമെന്നുമുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിൽ ശരിക്കും കണക്റ്റഡ് ആയിട്ടുണ്ട്.